ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വ്യൂസ്. നമ്മൾ സാധാരണ മൊബൈൽ ഉപയോഗിക്കുന്ന എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പരസ്യം എന്നുള്ളൊരു കാര്യം. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് നമ്മളെ ഫോണിലേക്ക് പരസ്യം കൂടുതലായിട്ട് വരുന്നത് ഒഴിവാക്കാൻ വേണ്ടി പല മാർഗ്ഗങ്ങളും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പരിധി വരെ നമുക്ക് തടയാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ കാണുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു കാര്യം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം പരസ്യങ്ങൾ ഒഴിവാക്കാൻ എന്തെല്ലാം മാർഗ്ഗങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയൊരു ഓപ്ഷൻ കാണിച്ചു തരാം. അത് നിങ്ങൾ ചെയ്തു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് പകുതിയോളം നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന പരസ്യങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പരസ്യം വരുന്ന ഒരു പ്രശ്നമുണ്ട് അല്ലേ. അതെങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. വളരെയധികം നമുക്ക് പരസ്യം കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഗൂഗിളിലോ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമോ വഴി നമ്മൾ ബ്രൗസ് ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ നമുക്ക് പരസ്യങ്ങൾ വരുന്നത്. അവരാണ് ഇത് ഏറ്റവും കൂടുതൽ തേർഡ് പാർട്ടീസിൻ്റെ അടുത്തേക്ക് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ അറിയാം. നമ്മളൊന്ന് ഗൂഗിളിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ ലൈവായിട്ട് തന്നെ കാണിച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. കാറ്റ് ഫുഡ് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ കാണാം പല സ്പോൺസേർഡ് ആയിട്ടുള്ള പല പരസ്യങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മളൊന്നും അറിയാതെ നമ്മൾ അതിലേതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് പോയാൽ അല്ലെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോയാൽ തന്നെ അവർക്ക് നമ്മളെ ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട്. അത് കിട്ടുന്നതെല്ലാം നമുക്കറിയാം ഈ ഗൂഗിൾ ക്രോം പോലുള്ള ഈ സെർച്ച് എഞ്ചിൻ വഴി ആപ്ലിക്കേഷൻസ് വഴിയാണ് അവർക്ക് കിട്ടുന്നതെന്ന് അറിയാം അല്ലേ. അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ കാണിച്ചു തരാം. അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെയധികം നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പരസ്യങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗൂഗിളിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ ക്രോമിൻ്റെ പ്രൊഫൈലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ആ പ്രൊഫൈൽ നെയിം കാണിക്കുമല്ലോ, ഇവിടെ കാണില്ലേ പ്രൊഫൈലിൻ്റെ പിക്ചർ കാണിക്കുന്നില്ലേ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ തൊട്ട മുകളിൽ 3 ഡോട്ട്സ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മെല്ലെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. വളരെ ചെറിയൊരു ഓപ്ഷനാണ് സെറ്റിങ്സ് എന്ന ഓപ്ഷൻ. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതിൻ്റെ ബേസിക്സിൽ നമുക്ക് കാണാം സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അത് നമ്മൾ കൊടുത്തിരിക്കുന്നത് നോക്കുക ഗൂഗിളാണ് അല്ലേ. അപ്പോൾ ഗൂഗിൾ നമ്മൾ കണ്ടില്ലേ google.com, അതിന് താഴെയായിട്ട് yahoo.india.com ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ സെർച്ച് എഞ്ചിൻ ഉണ്ട്. അതിൻ്റെ അടുത്ത് യാൻഡെക്സിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. അതിന് ഏറ്റവും താഴെയായിട്ട് DuckDuckGo എന്ന് പറഞ്ഞിരിക്കുന്ന സെർച്ച് എഞ്ചിൻ കാണിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളുണ്ട്. നമ്മളെല്ലാവരും നമ്മൾ ചെയ്തു വെക്കുന്ന ഒരു കാര്യം നമ്മൾ ഗൂഗിളിലാണ് ചെയ്യുക. ഇത് ലോകത്തിലുള്ള അധികം ആളുകളും ചെയ്തു വെക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ കമ്പനിക്കാരും നമ്മൾ ഗൂഗിളായിട്ട് പരസ്യത്തിൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതൊക്കെ നമ്മളെ ഡീറ്റെയിൽസൊക്കെ അവർ സെർച്ച് ചെയ്തെടുത്തിട്ട് നമ്മളെ ഈ ഒരു ഗൂഗിളിലേക്ക് ആകർഷിച്ചിട്ടാണ് നമ്മളെ പരസ്യങ്ങൾ മുഴുവൻ നമ്മളെ കൊണ്ട് കാണിക്കുന്നത്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളതൊന്ന് മാറ്റിയിട്ട് ഏറ്റവും താഴെ ഗൂഗിളിന് പകരം നേരെ ഏറ്റവും താഴെ DuckDuckGoയിലേക്ക് ഒന്ന് മാറ്റിയിട്ടൊന്ന് കൊടുത്തു നോക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇത് വളരെയധികം പരസ്യം ഒഴിവാക്കാൻ നിങ്ങളെ സഹായിക്കും.